ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തി, കുഞ്ഞൻ മത്തി കൊണ്ടുള്ള പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത്തിരി പുളി വേണമെങ്കിൽ പുളിവെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊന്ന് തയ്യാറാക്കാൻ പോകുന്ന മത്തി കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ കുറച്ച് പച്ചക്കുരുമുളക്, കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതാ കുറച്ച് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ കുരുവൊക്കെ മാറ്റിയിട്ടൊന്ന് എടുക്കണം. ഇതാ നെല്ലിക്ക കുരുവൊക്കെ എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതാ തേങ്ങ, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇതാ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ലേശം കറിവേപ്പില, ഒരു സവാള, പിന്നെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഉപ്പ് കമ്മിയായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി മീനിട്ട് കൊടുക്കാം. ഇതാ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ ഇനി ഇതിലിട്ട് കൊടുക്കാം, മിക്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് അടിക്ക് പിടിക്കണ്ടോ നോക്കാൻ ഒന്ന് ഇളക്കി വിടണം. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തി, കുഞ്ഞൻ മത്തി കൊണ്ടുള്ള പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത്തിരി പുളി വേണമെങ്കിൽ പുളിവെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ.